ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായെന്ന് തോന്നുന്നു നമ്മളൊരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട്. അതിൻ്റെ റീസൺ എനിക്ക് ഡ്യൂട്ടിയുടേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതേപോലെ തന്നെ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വീണത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വന്നായിരുന്നു. അപ്പോൾ പലരുടെയും ഡൗട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഒറ്റ ക്വസ്റ്റ്യനിലാണ്. ആ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ തമ്മിലായിട്ട് ഇട്ടിരിക്കുന്നത്. അയർലൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനായിട്ട് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? അപ്പോൾ അതിന് പല രീതിയിലാണ് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കെയർ വിസയിൽ വന്ന് അയർലൻഡിൽ വർക്ക് ചെയ്താൽ പിന്നെ നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അത് ഈസിയാണോ? ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനുവേണ്ടി OET ഒക്കെ എഴുതണോ? അതേപോലെ തന്നെ ഇവിടെ വന്ന് അയർലൻഡിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? മാസ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് NMBA പിൻ നമ്പർ കിട്ടുമോ? അതേപോലെ തന്നെ അയർലൻഡിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എക്സാം എഴുതുന്നത് ലൈക്ക് യൂസ്ഫുൾ ആവുമോ? അതിലെന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇവരുടെ എല്ലാവരും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അയർലൻഡിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ തമ്മിലിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. ഈ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പേര് കറണ്ട് നഴ്സിംഗ് വേക്കൻസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് വീഡിയോസ് വേക്കൻസി റിലേറ്റഡ് കാണാത്തത് കൊണ്ട് വേക്കൻസീസ് ഒന്നും ഇല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും ഉള്ളൊരു മറുപടി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും കേൾക്കാനായിട്ടിരിക്കുന്നത് വേക്കൻസിയുടെ കാര്യമാണ്. വേക്കൻസീസ് ഒത്തിരി വരുന്നുണ്ട്. ഇപ്പോൾ KCRൻ്റെ സൈറ്റിലായാലും CPLൻ്റെ സൈറ്റിലായാലും വേക്കൻസീസ് വരുന്നുണ്ട്. പക്ഷെ വരുന്നത് ഫുള്ള് EU or UK ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിന് അല്ലെങ്കിൽ NMBA പിൻ നമ്പർ ഉള്ള നഴ്സസിന് വേണ്ടിയുള്ള വേക്കൻസീസ് ആണ്. അപ്പോൾ അങ്ങനെ പിൻ നമ്പർ ഉള്ളവർ അല്ലെങ്കിൽ EU അല്ലെങ്കിൽ UK ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ആണെങ്കിൽ നിങ്ങൾ CPLൻ്റെ സൈറ്റൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം വേക്കൻസീസ് അതിൽ കാണാൻ പറ്റും. ഞാൻ വീഡിയോസിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡിസിഷൻ ലെറ്റർ ഹോൾഡേഴ്സിനും കൂടെ വേണ്ടിയുള്ളതായതുകൊണ്ട് ആണ് ഞാൻ ആ വേക്കൻസി റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ ചെയ്യാത്തത്. അങ്ങനെ എന്തെങ്കിലും ഒരു വേക്കൻസി വരികയാണെങ്കിൽ, അതായത് ഇന്ത്യയിലുള്ളവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവരാണ് എനിക്ക് കൂടുതലും മെസ്സേജസ് അയക്കുന്നത്, ഡൗട്ട്സ് ഒക്കെ ചോദിച്ചുകൊണ്ട്. അല്ലാത്തവരും അയക്കാറുണ്ട്. അപ്പം അവരോട് ഞാൻ പറയാറുണ്ട് CPLൻ്റെ സൈറ്റിലൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേക്കൻസീസ് കിടപ്പുണ്ട് എന്നുള്ളത്. അല്ലാതെ ഡിസിഷൻ ലെറ്റേഴ്സ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ NMBA പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതായത് പിൻ നമ്പർ കിട്ടാത്തവരെയാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ അയർലൻഡിലുണ്ട്. അപ്പോൾ പിൻ നമ്പർ കിട്ടാത്തവർക്ക് എന്തെങ്കിലും വേക്കൻസീസ് വരികയാണെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് jobs.i, ഐറിഷ് ജോബ്സ്, ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പം 1-2 വേക്കൻസീസ് ഒക്കെ ഇതുപോലെ വന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ വേക്കൻസീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അങ്ങനെയുള്ള സൈറ്റും കൂടെ സെർച്ച് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ, അയർലൻഡിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാനായിട്ട് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? എളുപ്പ വഴിയൊന്നുമില്ല കേട്ടോ. എല്ലാ വഴികളും നല്ല അത്യാവശ്യം പാടുള്ള വഴികൾ തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കെയർ വിസയിൽ വന്നു കഴിഞ്ഞാൽ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും കെയർ വിസയിൽ വന്നാൽ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. പണ്ടൊക്കെ ഡയറക്റ്റ് ആയിട്ടൊക്കെ അങ്ങനെ വർക്ക് ചെയ്യിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ 2 ഇയർ കോൺട്രാക്റ്റിലാണ് വരുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ IELTS അല്ലെങ്കിൽ OET നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വൺസ് അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അറ്റൻഡ് ചെയ്ത് നോർമലി നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള രീതിയിലുള്ള പ്രോസസ്സിങ് ചെയ്യണം. പക്ഷെ നാട്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരിക്കും അയർലൻഡിൽ നിന്ന് പ്രോസസ്സിങ് ചെയ്യുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് OET ഒക്കെ കിട്ടാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അയർലൻഡിൽ. കാരണം നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ പേഷ്യൻസുമായിട്ടും സ്റ്റാഫുമായിട്ടൊക്കെ ഡീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ലാംഗ്വേജും അവരുടെ ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങളുടെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കറിയാവുന്ന പലർക്കും ഇവിടെ വന്നിട്ട് ഇതുപോലെ കെയർ വിസയിൽ വന്നിട്ട് OET എഴുതി നേഴ്സായിട്ട് കയറിയ ഒത്തിരി പേരെ എനിക്കറിയാം. സോ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിന് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കെയർ വിസയിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നാട്ടിലെ ഏതെങ്കിലും ഓൺലൈനായിട്ടുള്ള IELTS അല്ലെങ്കിൽ OET പഠിപ്പിക്കുന്ന അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് അവരുടെ ഓഫ് ഡേയ്സിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താണ് ഇവർ OET അല്ലെങ്കിൽ IELTSനെ പ്രിപ്പയർ ചെയ്യുന്നത്.
സോ അതൊരു നമ്മുടെ മറ്റേ നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെയുള്ള നോർമൽ പ്രോസസ്സിലേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങളുടെ ആ ഒരു 2 ഇയർ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നഴ്സായിട്ട് കയറാം. കൂടുതൽ പേരും നഴ്സിംഗ് ഹോമിലേക്കായിരിക്കും ഇതുപോലെ കെയർ വിസയിൽ വരുന്നത്. അവരൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ എക്സ്പീരിയൻസിൽ, നഴ്സിംഗ് മേഖലയിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ഗ്യാപ്പ് വന്നല്ലോ ഇവൻ കെയറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും. അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ തന്നെയാണ് കൂടുതൽ പേരും, അതായത് അവർ കെയറായിട്ട് വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമിൽ തന്നെയാണ് നഴ്സായിട്ട് കയറാൻ നോക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ HSCയിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ഡൗട്ട്, വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എക്സാം എഴുതുന്ന കാര്യമാണ്. നമ്മൾ എക്സാം വിസയിലാണ് എക്സാം എഴുതാൻ വരുന്നത്. വിസിറ്റിംഗ് വിസയിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അപ്പം അത് കയറി കാണുക. വേറെ എന്തെങ്കിലും റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന ഏതെങ്കിലും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കറൻ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ NMBA പിൻ കിട്ടുമോ? മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ NMBA പിന്നൊന്നും കിട്ടത്തില്ല. അതിനും ഇതേപോലെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. എക്സാംസ് എഴുതണം, ആപ്റ്റിറ്റ്യൂഡ്, അഡാപ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വൺസ് അയർലൻഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ജോലി കിട്ടാനായിട്ട്. ഉടനെ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല, കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം അയർലൻഡിൽ എത്തിയിട്ട് NMBA പിൻ നമ്പർ ഉണ്ടായിട്ടും ലൈക്ക് ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുന്ന പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര ഈസി ആയിരിക്കും എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നേ ഉള്ളൂ. ഒരിടയ്ക്ക് മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരുന്നു ഭയങ്കര വേക്കൻസീസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്റ്റിൽ പ്രയോറിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലും EU അല്ലെങ്കിൽ UK ട്രെയിൻഡ് ആയിട്ടുള്ളവരെയാണ് ഫോക്കസ് ചെയ്താണ് വേക്കൻസീസ് വരുന്നത്. അത് നേഴ്സിൻ്റെ വേക്കൻസി ആയാലും കെയറേഴ്സിൻ്റെ വേക്കൻസി ആയാലും. പലരും കെയറർ വേക്കൻസീസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. HSCയുടെ സൈറ്റിൽ വരുന്ന കെയറർ വേക്കൻസി എല്ലാം ഫോക്കസ് ചെയ്യുന്നത് EU or UK ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നഴ്സിംഗ് ജോബിന് അല്ലെങ്കിൽ കെയറർ ജോബിനായാലും നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസീസ് ത്രൂ പോകുന്നതായിരിക്കും നല്ലത്. പ്രൈവറ്റ് ഏജൻസീസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അന്വേഷിച്ച് ചൂസ് ചെയ്യുക. കാരണം ഇപ്പം ഈ വേക്കൻസീസ് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സ്കാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ഏജൻസി ത്രൂ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഏജൻസിക്ക് കൈ കൊടുക്കുക. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ കെയർ വിസയിൽ വരുന്നതിന് ചിലർ 20 ലക്ഷം രൂപ ചോദിച്ചു, ചില ഏജൻസീസ് 12 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം ഇത്രയൊക്കെ ആകുമോ എന്നുള്ളത് അതെനിക്ക് തോന്നുന്നത് ആ ഏജൻസിക്ക് വേണ്ടി അവർ ചോദിക്കുന്നതാണ്. കാരണം അത്രയും എമൗണ്ട് ഒന്നും ഇല്ലാതെ വരുന്ന ഏജൻസീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക. ഈ 12 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ കൊടുത്ത് വന്നിട്ട് പിന്നെ നിങ്ങൾക്കതൊരു റിഗ്രറ്റ് ആകരുത്. കാരണം നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഒരു പൈസയും കൊടുക്കാതെ വന്നിട്ടുള്ള കെയർ വിസയിൽ വന്നിട്ടുള്ള നേഴ്സസും ഉണ്ട്. അതായത് ഇപ്പോൾ കൂടുതലും കെയർ വിസയിൽ വരുന്നത് നേഴ്സസ് ആണ്. അപ്പോൾ നേഴ്സസിൻ്റെ ചിലർ ഒട്ടും പൈസയൊന്നും കൊടുക്കാതെ കൊണ്ടുവരുന്ന ഏജൻസീസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസീസൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അതിലൂടെ വരിക. നേഴ്സായിട്ടുള്ളവർക്കാണ് കെയർ ജോബിനും പ്രയോറിറ്റി ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് QQI ലെവൽ 5 എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷനാണ്. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെയർ വിസയിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം HSCയുടെ സൈറ്റിലെല്ലാം കൂടുതലും EU or UK ട്രെയിൻഡ് ആയിട്ടുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. അതേപോലെ തന്നെ കുറേ പേരുടെ ഡൗട്ടാണ്, BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു, ഇനിയും പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, അതോ ഞാനിപ്പോൾ IELTS ട്രൈ ചെയ്യണ്ടേ, അവിടെ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് എടുക്കണോ? ബെറ്റർ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ IELTS ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം IELTS ട്രൈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളത് പഠിക്കുന്നതിനുള്ള പൈസ നഷ്ടം, എക്സാം എഴുതുന്നതിനുള്ള പൈസ നഷ്ടം, അത്രയും സ്ട്രെസ്സ് നഷ്ടം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വേക്കൻസി കൂടി ഇല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ പേപ്പർ വർക്കും അതിനുള്ള എമൗണ്ടും എല്ലാം പോയി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് വേക്കൻസീസ് വരുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം, ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ് ചെയ്യണം. ഇത് കിട്ടണമെന്നുമില്ല, കാരണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് എടുക്കുന്നത്. അപ്പം ബെറ്റർ എക്സ്പീരിയൻസ് എടുത്തിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ഫ്രഷേഴ്സിനോട് പറയുന്നതാണ്. എനിക്ക് അയർലൻഡിലെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി കൺട്രീസിൻ്റെ അറിയത്തില്ല. ഞാൻ അയർലൻഡിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പം വേണമെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഒക്കെ മാറി മറിയാം. നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല.
അതൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ചൊക്കെ ഭാഗ്യവും പോലെയൊക്കെ ഇരിക്കും. സോ ഈ 2 കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരോട് പറയാനുള്ളത്, എനിക്ക് എല്ലാവർക്കും ഇപ്പോൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന കുറച്ച് മെസ്സേജസിനാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ലൈക്ക് റിപ്ലൈ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ തന്നെ ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഏത് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടാണോ ചോദിക്കുന്നത് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റയിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജസ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ ഏത് വീഡിയോ ഒന്ന് തപ്പിപ്പോകേണ്ടി വരും, ആ വീഡിയോ ഫുള്ള് ഞാനിരുന്ന് ഒന്നുകൂടെ കാണേണ്ടി വരും. ചിലപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം യൂട്യൂബിലാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അവർ ചോദിച്ചതിൻ്റെ ബാലൻസ് ആയിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളുടെ ഫുൾ മെസ്സേജസ് ഞാനൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാം ഫുള്ള് കേട്ടിട്ടേ പിന്നെ എനിക്കതിന് എന്താണ് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള ഡൗട്ട് എന്നുള്ളതിന് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ബെറ്റർ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ബെറ്റർ യൂട്യൂബിൽ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ മാക്സിമം യൂട്യൂബിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ അങ്ങനെ പെൻഡിങ് റിപ്ലൈസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കുക, ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.